നമുക്കേ ഇത് കുറച്ച് ഡെയിലി വെയറിന് പറ്റുന്ന ഒരു കുർത്ത. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഒരു ലുക്കാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ്. ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഇന്ത്യൻ ടോൺസിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് ഇതിന് ഒരു പ്രത്യേക ഒരു ബിക്കോസ് ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്. അതും കൂടി ഉണ്ടാവും. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു നേവി ഷെയ്ഡിൻ്റെ അകത്ത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വീവ് പാറ്റേൺ പോലെ തോന്നും. പക്ഷേ ഇത് വീവ് അല്ല, പ്രിൻറ്റ് തന്നെ ചെയ്തേക്കുന്നതാണ്. ആൻഡ് സ്ക്രീൻ പ്രിൻറ്റിൻ്റെ ലുക്കിലാണ് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നപ്പ് ഡീറ്റെയിലിങ്ങും കൂടെ ആയിട്ടുള്ള ഒരു ലുക്ക്. പക്ഷേ ഇതിനകത്ത് ഫോൾഡ് വരുന്നില്ല, ജസ്റ്റ് ആ ഒരു പിന്നപ്പ് മാത്രമായിട്ട് 3/4 സ്ലീവിൽ കൊടുത്തേക്കാണ്. ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേണിനകത്തും ചെറിയൊരു കർവ്ഡ് വീടെ ഒരു കുഞ്ഞ് സ്ലിറ്റും കൂടെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആൻഡ് ദിസ് ഇസ് ഗോട്ട് ലൈനിങ്. നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ആക്ച്വലി വന്നിരിക്കുന്നത് കോട്ടണിൽ ചെറുതായിട്ടൊരു റയോൺ ബ്ലെൻഡും കൂടി വരുന്നുണ്ട്. ഫുൾ ബ്ലെൻഡ് അത്ര ഭയങ്കര ഫോള് വരുന്നില്ല, ഒരു സ്ലൈറ്റ് കണ്ടിട്ട് ഓഫ് റയോൺ അതിനകത്ത് വന്നിട്ടുള്ളൂ. ആൻഡ് ഇത് നമുക്ക് ഡെയിലി വെയറിനൊക്കെ ആകുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്ക് കൂടിയാണ്. ഇത് നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയേക്കുക. ഇപ്പം നമുക്കിപ്പം ഡെനിംസിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ സ്ട്രൈറ്റ് കട്ട് ഡെനിംസിൻ്റെ കൂടെ പിന്നെ നമുക്കിപ്പം സ്ട്രൈറ്റ് പാൻസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ നല്ലതാണ്. വൈറ്റ് ബോട്ടവും എനിക്ക് ഷിഫ്ലി എൻഡ്സ് ഒക്കെ വരുന്ന ബോട്ടംസ് നമ്മൾ കാണാറുണ്ടെങ്കിൽ അത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. വെയർ ചെയ്യാനൊക്കെ കാണുമ്പോഴത്തേക്ക് വെയർ ചെയ്ത് കാണുമ്പോഴും ഒരു ഭംഗിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഓക്സിഡൈസ് ജ്വല്ലറീസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ. ആൻഡ് എവറിഡേ വെയർ നമ്മുടെ ഗോൾഡൻ ജ്വല്ലറി ആണെങ്കിലും ഒക്കെ നമ്മൾ എവറിഡേ വെയറിൽ വരുന്ന സിമ്പിൾ ഡീറ്റെയിൽസിൻ്റെ ഒക്കെ കൂടെയൊക്കെ ആണെങ്കിൽ വെയർ ചെയ്യാനാണെങ്കിൽ നല്ലൊരു ലുക്കാണ്. 880-134 ഹോള് 995 ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന എവറിഡേ കാഷ്വൽസിനകത്ത് വരുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കുർത്താസ്. ഹോട്ട് സെറ്റ്സ് കാൺ ഗെറ്റ് ഓവർ ദ ലുക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര കംഫർട്ടബിളാണ്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഫീലിൽ വെയർ ചെയ്യാനാണെങ്കിലും കാഷ്വൽ സ്റ്റൈലിൽ നമുക്ക് നമുക്ക് ആ ഒരു മോഡസ്റ്റ് ലുക്സിനൊക്കെ നോക്കുന്നവർക്ക് ആൻഡ് അത് കാഷ്വലായിട്ടാണ്. ഇപ്പോൾ നമുക്കൊരു എവറിഡേ സ്റ്റൈലാണെങ്കിലും ശരി. ആൻഡ് ഇതുപോലുള്ള സ്മാർട്ട് ഡീറ്റെയിൽസ് പിന്നെ ഹഫ് കോളേഴ്സ് അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു വർക്ക് വെയറിനും നല്ലതാണ്. ആൻഡ് ഐ ലിറ്ററലി ലവ് ദ കോമ്പിനേഷൻ ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അത് ഭയങ്കര രസമാണ്. എപ്പോഴും വൈറ്റ് ആൻഡ് ബ്ലാക്കിനെക്കാട്ടിലും എനിക്കൊരു ക്ലാസിനെസ് ഫീൽ ചെയ്യുന്നത് ഓഫ് വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ്. So this is a budget friendly option 1399 and this is ready to dispatch. And ഇതിൻ്റെ കട്ട്സും ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്റ്റൈലാണ്, പക്ഷെ എന്നാലും അതിനൊരു എന്താ പറയുക, അതിനൊരു കംഫർട്ട് സോണുണ്ട്. പ്രിൻസസ് കട്ടിലാണ്. ആൻഡ് അതിനകത്ത് സെൻറ്റർ പോർഷനിൽ നമുക്ക് ഈ ഒരു സ്ലോ സ്ലിറ്റ് വരുന്നുണ്ട്. 4 ബട്ടൺസാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ a low slit. അപ്പം അതും വളരെ നല്ല ഭംഗിയുള്ളൊരു കാര്യമാണ്. ആൻഡ് ദെൻ വി ഹാവ് പോക്കറ്റ്സ്. നമുക്കിത് വലിയ സ്മാർട്ട് ഫോൺസിന് കുറച്ച് ചെറുതാവും. കീസ് ആൻഡ് ലിപ്സ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോക്കറ്റ്സാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ആ ഒരു കോട്ടനാണ്, പ്യുവർ കോട്ടൻ്റെ അകത്ത് നമുക്ക് മൂവ് അറൗണ്ട് ചെയ്യാനൊക്കെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ്. നല്ല ഒരു ബ്ലാക്ക് ബാഗൊക്കെ ആയിട്ട് നമ്മൾ പെയർ ചെയ്യും. ഈവൻ ബ്രൗൺ ആണെങ്കിലും അങ്ങനെ ടാൻ ബാഗ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ല രസമായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്ക്. ആൻഡ് ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. NCF 277. എനിക്ക് ഈ സാരിയുടെ മെറ്റീരിയൽ ബ്ലൗസ് ആക്കാൻ വേണ്ടിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സാരിയുടെ കൂടെ ഇതേപോലൊരു മൾട്ടി കളേർഡായിട്ട് വന്നിരിക്കുന്ന ബ്ലൗസൊക്കെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ആ ബനാറസി എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്സിൻ്റെ കൂടെ വേണമെങ്കിലും ഒക്കെ നമുക്ക് പെയർ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന സാരിയുടെ കൂടെ വരുന്നത് JRT 136 ആണ്. ഇത് സിൽക്കിൽ വരുന്നതാണ്. ഇത് പ്യോർ സിൽക്കിൽ വരുന്ന ലുക്കാണ്. ഞാൻ എന്തായാലും ഇന്ന് കാണിക്കുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ 1399 റേഞ്ചിൽ ബനാറസി ബോർഡർ പാറ്റേണും ആൻഡ് ലിനൻ്റെ ഫിനിഷിങ് വീവിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ളതായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ 1 ലെയറിൽ ഇട്ട് കൊടുക്കാനാണെങ്കിലും നമുക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്കിനും ആക്ച്വലി നല്ലതാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ബൾക്കി ആവാതെ നേരത്തെ പ്ലീറ്റ്സൊക്കെ എടുത്ത് നമുക്ക് ആ ഒരു പ്ലീറ്റഡ് ലുക്കിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചസ് ഓൺലി 1399. അപ്പം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് RP 691 ആണ്. 690 തൊട്ട് 92 വരെ 3 കളേഴ്സിനകത്ത് നമ്മൾ
കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ സാരിയാണ്, നമുക്ക് ഇപ്പോൾ ബൾക്കായിട്ടൊക്കെ ചെയ്യണമെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഉടുത്തിരിക്കുന്നതിൻ്റെ അത് സെയിം കളർ ബ്ലൗസാണ് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഹെവിയർ ഫീലിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. മൾട്ടി ടോൺ അവിടെ ബ്ലൗസിൽ കൊണ്ടുവന്നിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ആക്സസറിയുടെ കൂടെ, അല്ല ഇങ്ങനെയുള്ള ഒരു ലുക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മൾട്ടി ടോണിൽ വരുന്ന ആക്സസറീസ് നമുക്ക് അതിനകത്ത് പെയർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് RP691. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പവർലൂം ബേസിൽ വന്നിരിക്കുന്ന സാരി. അതിനകത്ത് ആക്ച്വലി റയോൺ ബ്ലൻഡും കൂടെ കൊണ്ടുവന്നിട്ടാണ് നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഒട്ടി കിടക്കത്തില്ല, പക്ഷേ നമുക്ക് ഒതുങ്ങുന്നതുമാണ്. അങ്ങനത്തെ ഉള്ള ഒരു മെറ്റീരിയലാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസും നമ്മളുടെ പ്രോഡക്റ്റ് അപ്ഡേറ്റ്സും ഒക്കെ റെഗുലറായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഡു ഷെയർ അവർ വീഡിയോസ്, ലൈക്ക് അവർ വീഡിയോസ്, കമൻറ്റ് ഓൺ ഇറ്റ്, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. ഒരു വീഡിയോ കാണുമ്പോഴൊക്കെ ലൈക്ക് ഇഫ് യു ഹാവ് സം ഒപ്പീനിയൻസ് അബൌട്ട് ദ പ്രോഡക്ട്സ് ഡെഫിനറ്റായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളുടെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫീഡിലോട്ട് FBയിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ഡു ദാറ്റ്. ഡു ഫോളോ അവർ പേജസ്, ഓൾ ഓഫ് അവർ പേജസ്. നമുക്ക് നമ്മളുടെ റെഗുലർ സാരീസും സൽവാർ സെറ്റിൻ്റെയൊക്കെ വീഡിയോസ് ഈ ഒരു പേജിലായിരിക്കും അഹം ഡെയിലി കളക്ഷനകത്ത് വരുന്നുണ്ടാവും. ആൻഡ് നമ്മളെ ലൂംസ് ഓഫ് ലക്ഷറിയുടെ പേജ് മിസ് ചെയ്യാതെ ഫോളോ ചെയ്യാം കേട്ടോ. സോ ദാറ്റ് വി വിൽ ഹാവ് ഓൾ അവർ ഹാൻഡ് പിക്ഡ് ക്യൂറേറ്റഡ് കളക്ഷൻസ് ഇൻ ഇറ്റ്. അത് അമേസിങ് കാഞ്ചീപുരം കളക്ഷൻസ് വരുന്നുണ്ട്, ടാസേഴ്സിൻ്റെ ആണെങ്കിലും, ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് റെയർ ആയിട്ടുള്ള കാര്യങ്ങളും ഒത്തൻറ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സും ഒക്കെ നമ്മളവിടെ കൊണ്ടുവരുന്നുണ്ടാവും കേട്ടോ. ഡു നോട്ട് മിസ് ഇറ്റ്.